CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറല്ല. ഞാനിത് എടുത്തു പറയുന്നത് പഴയകാലം മുതൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ 2 ചരണങ്ങൾ മാത്രം, ആദ്യത്തെ 2 ഭാഗം മാത്രം പാടിയാൽ മതി എന്ന നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടാണ്. ആ കോൺഗ്രസിൻ്റെ നിലപാട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതുപോലും പറയാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. കാത്തിരുന്ന് കാണുക എന്ന സസ്പെൻസ് ഇട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞൊഴിഞ്ഞിട്ടുള്ളത്. ഇത് സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലുള്ള ഒന്നല്ല. സ്വാതന്ത്ര്യദിനാഘോഷം സ്കൂളുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും കുടുംബശ്രീ യൂണിറ്റുകളിലും നാട്ടിലാകെ സ്വാതന്ത്ര്യദിനാചരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള നിരവധി പരിപാടികൾ ആഗസ്റ്റ് 15 എന്ന രീതിയിൽ നടക്കും. അപ്പോഴ് സ്വാഭാവികമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം എന്ന നിലപാടാണ്. അങ്ങനെ ആലപിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് ഇപ്പോഴോ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇത് മുഴുവൻ പാടിയില്ല എങ്കിൽ 3 വർഷം ശിക്ഷിക്കപ്പെടും എന്ന് തെറ്റായ നിയമത്തെ വ്യാഖ്യാനിക്കുകയൂടിയാണ് അദ്ദേഹം ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ RSSന്റെ അജണ്ടയാണ്. രാജ്യത്തിൻ്റെ നിയമം അതല്ല. ഡോഗ് വിസിൽ മുഴക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പറയാതെ പറയുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംഘപരിവാർ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ പൂർണ്ണതോതിൽ നടപ്പിലാക്കാനാണ്, അല്ലെങ്കിൽ ജയിൽ പോകേണ്ടി വരുമെന്ന ഭീഷണിയാണ് മുഖ്യമന്ത്രി മുഴക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇല്ലാത്ത നിയമത്തെ അദ്ദേഹം കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം അദ്ദേഹം പറയുണ്ടായി, കേന്ദ്ര നിർദ്ദേശം അതേപോലെ കൈമാറുകയാണ് ചീഫ് സെക്രട്ടറി ചെയ്തത് എന്ന്. അങ്ങനെ പറഞ്ഞ് ഒഴിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാതെ ഏതെങ്കിലും ചീഫ് സെക്രട്ടറി താഴേക്ക് ഓർഡറായിട്ട് അല്ലെങ്കിൽ സർക്കുലറായിട്ട് നൽകില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ അത് മറച്ചു വെക്കാനാണ് അന്നും ഇന്നും മുഖ്യമന്ത്രി ശ്രമിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു ഓർഡർ വരുന്നു, അല്ലെങ്കിൽ നിർദ്ദേശം വരുന്നു. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയുമായിട്ടോ അതുപോലുള്ള ജനാധിപത്യ സംവിധാനത്തെ ഒന്നും ആശ്രയിക്കാതെ ഇവിടെ ചീഫ് സെക്രട്ടറി അത് താഴത്തേക്ക് അയക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്രത്തോളം തെറ്റായ ഒരു കീഴ്വഴക്കമായിരിക്കും അത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര നിർദ്ദേശം FCRA ആയിരിക്കും. നിയമം വരാൻ പോവുകയാണ്. ഏക സിവിൽ കോഡായിരിക്കും മറ്റൊന്ന്. ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രശ്നമായിരിക്കും മറ്റൊന്ന്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ RSSന്റെ BJPയുടെ അജണ്ട ഓരോരോ സർക്കുലറായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതേ നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ചീഫ് സെക്രട്ടറി താഴേക്ക് അയച്ചോട്ടെ എന്ന നിലപാട് സ്വീകരിക്കും എന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശത്തെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഗവൺമെന്റുകളും, ഇതൊരു ഗവൺമെന്റല്ലല്ലോ, ഗവൺമെന്റുകളും എല്ലാം എടുത്ത സമീപനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണ്ടേ പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും? അല്ലാതെ അവിടെ നിന്ന് വരുന്ന തിട്ടൂർ അതേപോലെ തന്നെ താഴേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ ഒരു പോസ്റ്റ് ഓഫീസിന്റെ ചിത്രം മാത്രമാണോ ഇവിടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തിൽ
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഇതിവിടെ സംഘപരിവാറിൻ്റെ നിർദ്ദേശങ്ങൾ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താതെ നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു ഗൗരവമുള്ള അപകടകരമായ നിലയാണ്. കോൺഗ്രസിൻ്റെ തന്നെ നിലപാടുകൾക്ക് വിരുദ്ധമായ സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്നത് വളരെ സങ്കീർണമായ പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഭാഗം ഇന്ന് പ്രഖ്യാപിച്ചു. അത് PMAY അർബൻ പദ്ധതിയാണ്. ഇവിടെ കേരളത്തിലാണെങ്കിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് വീടുകൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സംഘപരിവാർ വിഭാഗത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം നടത്തുന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് PMAY അർബൻ കരാറിൽ കേന്ദ്ര നിർദ്ദേശം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഒപ്പിടാനുള്ള തീരുമാനം. വീടുകൾക്ക് മുമ്പിൽ ചാപ്പ കുത്തുന്നതിനെ ശക്തിയായിട്ട് എതിർത്ത നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുള്ള സന്ദർഭത്തിൽ കേരളത്തിൽ ചെയ്തത്. ചെറിയൊരു പങ്ക് മാത്രമാണ് അവരുടെ ഭാഗമായിട്ട് കിട്ടുക. ബാക്കി സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാമാണ് നമ്മുടെ വീട് നിർമ്മാണത്തിന് പണം ചെലവഴിക്കുന്നത്.